ഹായ്, ഇസ് മീ ഫ്രണ്ട്സ്. എല്ലാവർക്കും ബ്ലാക്ക് ടൗൺ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പിയല്ലേ? ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് ഹാപ്പി ലൈഫ് ഫസ്റ്റ് ഗോ ഓൺ ഓൾവേസ് പോസിറ്റീവായി. ഇപ്പം നമ്മളൊന്ന് നോക്കുന്നത് റെഡ് ഫോർട്ട് സ്പെഷ്യാലിറ്റീസ്, റെഡ് ഫോർട്ടിൻ്റെ പ്രത്യേകതകൾ, ചെങ്കോട്ടയുടെ പ്രത്യേകതകൾ. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. ചരിത്ര പ്രാധാന്യമുള്ളൊരു കോട്ടയാണ് ചെങ്കോട്ട എന്നത്. പണ്ട് കാലത്ത് ഇത് മുഗൾ ചക്രവർത്തിമാരുടെ വാസസ്ഥലമായിരുന്നു. ഇതിൻ്റെ ഉയരമെന്ന് പറയുന്നത് 33 അടി, അതായത് ഏകദേശം 33 മീറ്റർ, അതായത് ഏകദേശം 108 അടി ഉയരമാണ് ഇതിൻ്റെ ഉയരമെന്ന് പറയുന്നത്. ചരിത്ര പ്രാധാന്യമുള്ള കോട്ട. അപ്പോൾ ഇതിൻ്റെ ചരിത്രം നോക്കുമ്പോൾ 1648 അന്നത്തെ മുഗൾ ചക്രവർത്തിയായിരുന്ന ഷാജഹാൻ ചക്രവർത്തി ആഗ്രയിൽ നിന്നും തലസ്ഥാനം ഡൽഹിയിലേക്ക് മാറ്റുന്നു. 1648 മെയ് 12 ഡൽഹിയിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ 1648 മെയ് 13 ഇതിൻ്റെ നിർമ്മാണം ആരംഭിക്കുന്നു. ചെങ്കോട്ടയുടെ നിർമ്മാണം ആരംഭിക്കുന്നു. ഇത് നിർമ്മിക്കുന്നത് താജ്മഹൽ നിർമ്മിച്ച അഹമ്മദ് ലഹോരി, അദ്ദേഹം തന്നെയാണ് ഇതും നിർമ്മിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിനോടുള്ള ബഹുമാനാർത്ഥമാണ് ഇതിന് ഫ്രണ്ടിലുള്ള ഗേറ്റിന് ലഹോരി ഗേറ്റ് എന്ന പേര് കൊടുക്കുവാനായിട്ടുള്ള കാരണം. ഇദ്ദേഹത്തോടുള്ള ബഹുമാനാർത്ഥമാണ് ഇദ്ദേഹത്തിൻ്റെ പേരാണ് കൊടുത്തിരിക്കുന്നത്, അഹമ്മദ് ലഹോരി. അങ്ങനെ 10 വർഷം കൊണ്ട് ഇത് കോട്ട നിർമ്മാണം പൂർത്തിയാക്കുന്നു. പിന്നീട് 1648 മുതൽ 1857 വരെ ഇത് ഇവരുടെ കൈകളിലായിരുന്നു, മുഗൾ ചക്രവർത്തിമാരുടെ കൈകളിലായിരുന്നു. 1857 മുതൽ 1947 വരെ ഇത് ബ്രിട്ടീഷുകാരുടെ കൈകളിലായി. 1947 ഓഗസ്റ്റ് 15 അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു അവിടെ ലാഹോരി ഗേറ്റിന് ഫ്രണ്ടിൽ ഇന്ത്യൻ പതാക സ്ഥാപിച്ചതോടുകൂടി ഇത് ഇത് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ കൈകളിലായി. ഇപ്പോഴിത് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ കീഴിലാണ് ചെങ്കോട്ട എന്നത്. ഇപ്പോൾ ഇത് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ കീഴിലാണ്. ഇതിൻ്റെ ഉയരമെന്ന് പറയുന്നത് 108 അടി ആണ് ഇതിൻ്റെ ഉയരമെന്ന് പറയുന്നത്. ഇതിൻ്റെ ഔദ്യോഗിക നാമം എന്ന് പറയുന്നത് റെഡ് ഫോർട്ട് കോംപ്ലക്സ് എന്നാണ് ഇതിൻ്റെ ഔദ്യോഗിക നാമം എന്ന് പറയുന്നത്. പണ്ട് കാലത്തെ ഒരു മുഗൾ ചക്രവർത്തിമാരുടെ ഒരു താജ്മഹൽ, അതോടൊപ്പം ചെങ്കോട്ട, അവരുടെ ഒരു കുത്തമിനാർ, അങ്ങനെ തുടങ്ങിയ ഒരു ഒരു വാസ്തുകല അല്ലെങ്കിൽ ശില്പവിദ്യയുടെ ഒരു മനോഹരമായ ഒരു ഇതായിട്ട് ഈ ചെങ്കോട്ട ഇന്ന് നിലനിൽക്കുകയാണ്. 1648 സ്ഥാപിച്ചതാണ്. ഈ 1648 നിർമ്മാണം പൂർത്തിയായത്. അപ്പോൾ അന്ന് തൊട്ട് ഇന്ന് വരെ ഇതിങ്ങനെ ഒരു ചരിത്രത്തിൻ്റെ അല്ലെങ്കിൽ ചരിത്ര പ്രാധാന്യമുള്ളൊരു കോട്ടയായിട്ട് ഇന്നും നിലനിൽക്കുന്നു. ബ്രിട്ടീഷുകാരുടെ കാലത്ത് അവരിത് കീഴടക്കുമ്പോൾ ഇടയ്ക്ക് ചെറിയ കേടുപാടുകളൊക്കെ സംഭവിച്ചിരുന്നു. പിന്നീട് അതെല്ലാം മിനുക്കി പണിത് പൂർത്തിയാക്കിയിരുന്നു ബ്രിട്ടീഷുകാരുടെ ആ കാലഘട്ടത്തിൽ. അതിമനോഹരമായ മുഗൾ ചക്രവർത്തിമാരുടെ ശില്പവിദ്യയുടെ ഒരു മനോഹരമായൊരു ചരിത്ര പ്രാധാന്യമുള്ളൊരു ഇതായിട്ട് താജ്മഹലിനൊപ്പം ചെങ്കോട്ടയും നിലനിൽക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോ കാണാം. അതുവരയ്ക്കും ടേക്ക് കെയർ, ബൈ.